ക്രിസ്തീയ ജീവിതത്തിലെ അതിശ്രേഷ്ഠകരമായ ഭാഗ്യാവസ്ഥ എന്നുള്ളത് ഒരു മനുഷ്യന് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെ ഒരു വ്യക്തി ദൈവത്തോടുകൂടി നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തോടുകൂടെ നടക്കാനായിട്ട് നാം ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തോടുകൂടി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വചന സത്യങ്ങളുണ്ട്. ദൈവരാജ്യത്തിൻ്റെ അകത്തെ രഹസ്യങ്ങളുണ്ട്. വിശുദ്ധ വേദപുസ്തകം മറനീക്കി നമ്മുടെ മുൻപിലേക്ക് അത് നൽകി തരുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും കർത്തവ്യമാണ്. യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ബലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന ആന്തരിക വിശുദ്ധി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കൊണ്ടുവരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: യഥാർത്ഥമായും നാം ദൈവത്തോടുകൂടി നടക്കാനായിട്ട് തുടങ്ങി എന്നുള്ളത്. ദാവീദിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക കൂട്ടായ്മയ്ക്ക് അനിവാര്യമായ 10 കാര്യങ്ങൾ 15-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ 10 കാര്യങ്ങളാണ്. വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്. 5 വാക്യങ്ങൾ മാത്രമേ ഈ സങ്കീർത്തനത്തിൻ്റെ അകത്തുള്ളൂ. ആ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ കൊട്ടാരം എന്നുള്ള ഒരു പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടാരം എന്നുള്ള പദമാണ്. കൂടാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് സമാഗമന കൂടാരമാണ്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ മുഖാമുഖം കാണുന്ന അല്ലെങ്കിൽ സമാഗമിക്കുന്ന ആ സ്ഥലമായിരുന്നു പഴയ നിയമത്തിലെ സമാഗമന കൂടാരം. വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ഈ കൂടാരം എന്ന് പറയുന്ന പദം കുറിക്കുന്നത് ദൈവത്തോടുകൂടെയുള്ള സഹവാസത്തെയാണ്. മനുഷ്യന്റെ താൽക്കാലികമായ മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ കൂടാരമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത എന്ന് പറഞ്ഞ ഒരു വാക്യം കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം കൂടാരം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ വസിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കൂടാരത്തിൽ ആരാണ് ദൈവത്തോടുകൂടെ വസിക്കുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദൈവത്തോടുകൂടെ വസിക്കുന്നത്? ആർ നിന്റെ വിശുദ്ധ സ്ഥലത്ത്, അതെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഈ ചോദ്യം ദാവീദ് ചോദിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ദൈവഭക്തന്മാരെല്ലാവരും കാലാകാലങ്ങളിൽ അവരോടും ദൈവത്തോടുമൊക്കെ അവർ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഈ സങ്കീർത്തനത്തിലെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 10 കൂട്ടം കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. ആരാണ് നിഷ്കളങ്കതയോടെ നടക്കേണ്ടുന്നത്? എങ്ങനെയാണ് നിഷ്കളങ്കതയോട് നടക്കേണ്ടുന്നത്? 99 വയസ്സുള്ള ദൈവഭക്തന്റെ അരികിൽ ദൈവം പ്രത്യക്ഷനായിട്ട് ഒരിക്കൽ പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. മറ്റാരോടുമല്ല, 100 വയസ്സോളം പ്രായമുള്ള അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, 100 വയസ്സുകാരനും 5 വയസ്സുകാരനും 20 വയസ്സുകാരനും എല്ലാം ഈ ദൈവരാജ്യത്തിന്റെ നിയമം ബാധകമാണ്. നിഷ്കളങ്കതയോടുകൂടി നടക്കുക, വാക്ക് ബ്ലെയിംലെസ്ലി. പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവിടുന്ന് നിങ്ങളെ കറയും കളങ്കവും കൂടാതെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട്. അങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് കളങ്കമില്ലാത്തവരായി, കറയില്ലാത്തവരായി നാം തീരണം. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു വാക്യമാണ് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നീതി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കാത്തവനൊന്നും ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം
വീണ്ടും ജനനത്തോടുകൂടി വചനത്തിലൂടെ ജനിക്കുന്ന ദൈവരാജ്യത്തിൽ ജനിച്ചു വീഴുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കലി അവനിൽ നീതി പ്രവർത്തികൾ ഉണ്ടായിരിക്കും. അപ്പം ഇതൊരു തെളിവാണ്. നിഷ്കളങ്കതയും നീതിയോടുകൂടിയുള്ള പ്രവൃത്തിയും ദൈവത്തോടുകൂടെ നടക്കുന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരു അടയാളമാണ്. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. തീത്തോസിന്റെ ലേഖനത്തിൽ സൽപ്രവർത്തികൾ എന്ന് പറയുന്ന പദം ആവർത്തിച്ചു വരുന്നുണ്ട്. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരാകുക, സൽപ്രവർത്തികളിൽ തികഞ്ഞവരാകുക, സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവരായി മാറുക. ഈ പദങ്ങളൊക്കെ കാണുമ്പോൾ ഹൃദയത്തിൽ ദൈവമുള്ളവന്റെ പ്രവർത്തികളിൽ നീതി വെളിപ്പെട്ടു വരണം. നീതിയോടെ മാത്രമേ പ്രവർത്തിക്കാവൂ. അനീതിയോടെ ഒരു കാര്യവും ചെയ്യാനായിട്ട് പാടില്ല. രണ്ടാമത്തേത്, ഹൃദയപൂർവം സത്യം സംസാരിക്കുക. ഒരു ദൈവവൈതലിന്റെ നാവിൽ നിന്ന് അസത്യത്തിന്റെ വാക്കുകൾ വരുവാനായിട്ട് പാടില്ല. പിശാചിനെ കുറിച്ച് പറയുന്നത് ഭോഷ്കിന്റെ അപ്പൻ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ സാധാരണ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ ആ കള്ളത്തെ വിശേഷിപ്പിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്ന പദം വിശുദ്ധ കള്ളം എന്ന് പറയുന്ന ഒരു പദമാണ്. കള്ളം വിശുദ്ധമെന്നോ അശുദ്ധമെന്നോ ഇല്ല. കള്ളത്തരങ്ങളെല്ലാം കള്ളത്തരമാണ്, ചെറുതും വലുതുമായ. അതെ, അസത്യങ്ങൾ ഉപേക്ഷിക്കുക. എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കാനായിട്ടായിരിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നാവ് കൊണ്ട് കുരള പറയാതെ ഇരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് നാവ് കൊണ്ട് കുരള പറയാതെ ഇരിക്കുക. വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവകൃപ അനുഭവിച്ച ഒരു ദൈവപൈതലിന്റെ നാവ് എല്ലായ്പ്പോഴും ദൈവം തൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു തിരുവചന സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നാവ്, അധരങ്ങൾ ദൈവത്തിന്റെ നാവായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ താളുകളിൽ, ചരിത്രരേഖകളിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവഭക്തന്മാരുടെ എല്ലാവരുടെയും നാവുകളെ ദൈവം ശുദ്ധീകരിച്ച് തൻ്റെ നാവാക്കി തൻ്റെ വചനം പരിശുദ്ധാത്മ പ്രേരിതമായി അവരിലൂടെ നൽകിക്കൊടുത്തെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവവചനം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ നാവ് പരിശുദ്ധമായി സൂക്ഷിക്കണം. നിസാരമെന്ന് നമ്മൾ തോന്നുന്ന പല വാക്കുകൾക്കും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിസാര എന്ന് പറഞ്ഞാൽ, ബോഷ എന്ന് പറഞ്ഞാൽ, മൂട എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ വാക്കുകളിലൂടെയുള്ള ഗൗരവമല്ലാത്ത വർത്തമാനങ്ങൾ ചിലതെല്ലാം ദൈവത്തിന്റെ നേരെ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ വായിൽ സ്തുതിയും സ്തോത്രവും ആരാധനയും ഇരുവായ്ത്തലിയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അധരങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. അപ്പോൾ ദൈവത്തോടു കൂടെ നടക്കുന്നവന്റെ വായിൽ നിന്ന് മോശമായതൊന്നും വീഴത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോടൊക്കെ സംസാരിച്ചതുപോലെ എനിക്കറിയാം കുറച്ചു പേര് തുടർച്ചയായിട്ട് നമ്മുടെ മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. അസഭ്യ ഭാഷകൾ വരുന്നവർ, അശ്ലീലമായ വാക്കുകൾ നാവിൽ നിന്ന് വരുന്നവർ. അതിന്റെ കാരണം എന്താ? യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മൾ ഈ മാനസാന്തരപ്പെട്ട് നമ്മൾ വിശ്വാസിയാണ്, ഈ ദൈവകൃപയിലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അകത്ത് യഥാർത്ഥ മാനസാന്തരം ഇല്ലെങ്കിൽ അത് നാവിലൂടെ പുറത്തു വരും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാവ് കൊണ്ടുള്ള കുരളയാണ്. നാലാമത്തേതും അഞ്ചാമത്തേതും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. നാലാമത്തേത്, കൂട്ടുകാരന് ദോഷം ചെയ്യാതെ ഇരിക്കുക, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ആ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ പോകണം. വാഗ്ദത്ത കനാനിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് അവിടെ ഒരു സമൂഹമായി അവർ ജീവിച്ചപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തോടുകൂടി സന്തോഷത്തോടെ, സമാധാനത്തോടെ, സർവ്വസ്വാതന്ത്ര്യത്തോടെ ദേശത്തിന്റെ നന്മ അനുഭവിച്ച് ജീവിച്ചു പോകുവാൻ പറ്റുന്ന നിലയിലുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തത്. അതുകൊണ്ടാണ് 10 കൽപ്പനകളുടെ ഏറ്റവും ഒടുവിലത്തെ 2-3 കൽപ്പനകളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, അവന്റെ മക്കളെ മോഹിക്കരുത്, അവന്റെ വസ്തുവകകൾ മോഹിക്കരുത്, കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്. അപ്പോൾ ഈ വാക്കുകളുടെ എല്ലാം അനിവാര്യത എന്ന് പറയുന്നത്, ഈ കൽപ്പനകളുടെ എല്ലാം കർശനമായ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം ദൈവം സമാധാനത്തോടു കൂടിയുള്ള ഒരു സമൂഹത്തെ ദൈവം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ സമാധാനത്തോടെ എൻ്റെ ഭവനത്തിൽ താമസിക്കുക, അന്യോന്യം മോഹിക്കാതെ, മറ്റുള്ളവൻ്റെ ഇത് കവർന്നെടുക്കാതെ,
ഓരോരുത്തരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു പോകട്ടെ. കൂട്ടുകാരന് അപമാനം വരുത്തരുത്. അടുത്തത്, നാവ് കൊണ്ട് കൂട്ടുകാരന് ദോഷം ചെയ്യരുത്. ഏറ്റവും ഒടുവിൽ, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുക. 10ാമത്തേതും ഇതിനോട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. ഈ കൈക്കൂലി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമെല്ലാം ദൈവം കർശനമായി നിരോധിച്ച കാര്യമാണ് കൈക്കൂലി. സമ്മാനം വാങ്ങാൻ പാടില്ല. നീതിമാന്മാരുടെയും ന്യായാധിപന്മാരുടെയും ഒക്കെ ഹൃദയത്തെ കെടുത്തിക്കളയുന്നതാണ്, നീതിയെ മറിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് സമ്മാനം വാങ്ങരുത് എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഇസ്രായേലിന്റെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നൽകി കൊടുത്ത കൽപ്പനകളാണ്. ഇന്ന് നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, പണമോ പാരിതോഷികമോ മറ്റ് സമ്മാനങ്ങളോ ആവശ്യപ്പെട്ടാൽ ഇന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക എന്നുള്ളത്. നോക്കിക്കേ, ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ എഴുതി ചേർക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സർവശക്തനായ ദൈവം നീതിന്യായ പീഠത്തിൽ ഇരിക്കുന്ന അതേ വിധികർത്താക്കളോട് പറഞ്ഞു, സമ്മാനം വാങ്ങരുത്, മുഖം നോക്കരുത്, അനാഥന്റെയും വിധവയുടെയും നീതി മറിച്ചു കളയരുത് എന്നീ കാര്യങ്ങൾ. കൂട്ടുകാരന് അപമാനം വരുത്തരുത്, കൂട്ടുകാരന് ദോഷം വരുത്തരുത്. ഇന്ന് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം മിക്ക സന്ദേശങ്ങളും നമ്മൾ നോക്കിക്കേ, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കുറ്റം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ ചെളിവാരി എറിയുന്നു, എന്തെല്ലാം അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് വരുന്നത്. ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അതൊക്കെ ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കുക, നമ്മുടെ ക്രിസ്തീയ ജീവിതം വിശ്വസ്തയോടെ കാത്തുപരിപാലിച്ച് മുൻപോട്ട് പോവുക ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ആണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 6ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, വഷളനെ നിന്ദ്യനായി എണ്ണുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന് കുടപിടിക്കാനായിട്ട് പോകരുത്. അന്യന്മാരുടെ പാപത്തിൽ ഓഹരിക്കാരൻ ആകരുത്. സാധാരണയായിട്ട് സംഭവിക്കുന്നത് എന്താ? നമുക്കിഷ്ടമുള്ളവർ തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ മറയ്ക്കും, നമ്മൾ അവരെ നീതീകരിക്കും. നമുക്കിഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വഷളനെ വഷളനായി കാണുക, നിന്ദ്യനെ അതേ നിന്ദ്യനായി തന്നെ അല്ലെങ്കിൽ കാണുക. പുതിയ നിയമത്തിന്റെ കൽപ്പനകളൊക്കെ വരുമ്പോൾ ദുർനടപ്പുകാരൻ, മദ്യപാനി, അവിശ്വാസി ഇങ്ങനെയൊക്കെയുള്ള ഒരാളുമായിട്ട് കൂട്ടായ്മ ബന്ധം പോടില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുക പോലും ചെയ്യരുത് എന്നുള്ള കർശന കൽപ്പനകൾ പുതിയ നിയമത്തിന്റെ അകത്തുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ചിലപ്പോൾ നമ്മുടെ സ്വഭാവവും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ചില മെസ്സേജുകളിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചല്ലോ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേഗത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അടുത്തത് 7ാമത്തെ വാക്യം, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. എല്ലാ ദൈവഭക്തന്മാരെയും ബഹുമാനിക്കണം. വിശ്വാസികളല്ല, ഭക്തന്മാർ. അപ്പോൾ യഹോവ ഭക്തന്മാരായവരെ ബഹുമാനിക്കുക, അന്യോന്യം ബഹുമാനിക്കുക. നല്ല ഗുണങ്ങളിൽ ഒന്നാണ് പരസ്പരം ഒന്ന് ബഹുമാനിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത്. അടുത്തത് 8ാമത്തെ 9ാമത്തെ വാക്യം, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. 9, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ. സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. സത്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അറിഞ്ഞ സത്യത്തെ ഉയർത്തിപ്പിടിക്കുക. നമുക്കറിയാം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ കാണാനായിട്ട് പറ്റും. അവരോടൊക്കെ യേശുവിനെ തള്ളിപ്പറയെന്ന് പറയുമ്പോൾ ആ തള്ളിപ്പറഞ്ഞാൽ കുറച്ചു നാൾ കൂടെ അവർക്ക് ഭൂമിയിൽ ജീവിക്കാം. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി, അവരറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാലും ധൈര്യത്തോടെ മുൻപോട്ട് പോകാനായിട്ട് നിൽക്കുന്ന എത്രയോ പേരെ കാണും. നമ്മുടെ വിശ്വാസം തീവ്രതയുള്ളതായി തീരട്ടെ. അറിഞ്ഞ സത്യത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. 9ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ദ്രവ്യം പലിശയ്ക്ക് നൽകാത്തവൻ. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദ്രവ്യം പലിശയ്ക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 19ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യക്തത അതിൻ്റെ അകത്ത് നമുക്കുണ്ടാകും. അവിടെ പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന യാതൊരു വസ്തുവിനോ സഹോദരനോട് പലിശ വാങ്ങരുത്, അന്യനോട് പലിശ വാങ്ങാം. അപ്പോൾ ഇസ്രായേലിന്റെ സൊസൈറ്റിയിൽ ദൈവം പറഞ്ഞു, സഹോദരന്മാർ തമ്മിൽ പലിശ വാങ്ങരുത്, അന്യനിൽ നിന്ന് പലിശ വാങ്ങാം. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, വിധവയുടെ വസ്ത്രത്തെ പണയത്തിനെടുക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവം നീതിയും ന്യായവും നിലനിർത്തിക്കൊണ്ടു പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, കൈക്കൂലി വാങ്ങാതെ ഇരിക്കുക. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ആ 15-ാം സങ്കീർത്തനം ഒരിക്കൽ കൂടി വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുക. ക്രിസ്തുവിനോടുകൂടെയുള്ള നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമായി തീരട്ടെ. ഓരോ ദിവസവും ദൈവത്തോടുകൂടെ വിശ്വാസത്താൽ നടക്കാം. തിരുവചനം പഠിച്ച് പ്രാർത്ഥനയിലൂടെ തികഞ്ഞ വിശുദ്ധിയിൽ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കാം.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.